Hi friends, welcome to Diya's World. Satin ribbon വെച്ചൊരു ഹെയർ ക്ലിപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ ഇടുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് സാറ്റിൻ റിബണിൻ്റെ 2 പീസാണ് വേണ്ടത്. ഒരു പീസ് 6 ഇഞ്ച് നീളത്തിലും രണ്ടാമത്തെ പീസ് 10 ഇഞ്ച് നീളത്തിലുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ 2 പീസിനെ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ചെറുതായിട്ട് ബേൺ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ഭാഗം വിട്ട് വരാതിരിക്കാനാണ് ഇങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഡിഫറെൻറ്റ് കളർ സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായ ഹെയർ ക്ലിപ്പുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പല വെറൈറ്റി ഹെയർ ക്ലിപ്പുകളുടെ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 ലെയറായിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 6 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത പീസ് എടുക്കുക. അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് ആ മടക്കിയ ഭാഗം മറ്റേ സൈഡിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ പിടിക്കുക. ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട്. ഇനി നമുക്ക് തുന്നി കൊടുക്കാം. ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് തുന്നിയെടുക്കണം. നമ്മളിപ്പോൾ ആദ്യം തുന്നി തുടങ്ങിയ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ തുന്നി തുടങ്ങിയ ഭാഗം വരെ തുന്നുക. ഇത് തുന്നിക്കഴിഞ്ഞ് ഫ്ലവർ ഷേപ്പിലാക്കാനായിട്ട് ആ നൂലിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. പയ്യെ വലിച്ചെടുക്കുക. വലിച്ച് ഇത് ചുരുങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഫ്ലവർ ഷേപ്പിലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കുക. ആ ഒരു ഫ്ലവർ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നത് വരെ നല്ലപോലെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിലായിട്ടുണ്ട്. ഇനി സൂചി പുറകിലേക്ക് കുത്തിയെടുക്കണം. പുറകിലേക്ക് കുത്തിയെടുത്ത് അവിടെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത്. 2 or 3 കെട്ടിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നൂല് കട്ട് ചെയ്ത് കളയുക. നമ്മുടെ ഫ്ലവറിൻ്റെ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 10 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത സാറ്റിൻ റിബൺ എടുക്കുക. അതിലിതുപോലെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് റൗണ്ട് ഷേപ്പിലൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നീളത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഫ്ലവർ ഷേപ്പിലാക്കാനായിട്ട് നൂലിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. പതിയെ വലിച്ച് ചുരുക്കുകൾ ഇട്ട് കൊടുക്കുക. നൂലൊന്നും പൊട്ടിപ്പോവാതെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. പയ്യെ വലിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കുക. ചുരുക്കെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ പിടിച്ച് നോക്കണം. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ പിടിക്കുമ്പോൾ ഒരു വിരലിൻ്റെ ഗ്യാപ്പ് നടുക്ക് ഉണ്ടാവണം. ആദ്യത്തെ ഫ്ലവർ നമ്മൾ നല്ല ടൈറ്റായിട്ടാണ് വലിച്ചത്. ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോഴത്തേക്കും നടുക്കൊരു വിരലിൻ്റെ ഗ്യാപ്പെങ്കിലും ഉണ്ടായിരിക്കണം. തുന്നി നിർത്തിയതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുത്തിട്ട് 2 സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സൂചി പുറകിലേക്ക് കുത്തിയെടുക്കണം. പുറകു വശത്തായിട്ട് 2 or 3 കെട്ടിട്ട് നൂല് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ഫ്ലവറിൻ്റെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി. ഇനി അതൊരു കറക്റ്റ് ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കണം. നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ചുരുക്കുകളെല്ലാം ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കണം. ഇതുപോലെയാണ് വരുന്നത്. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് സ്റ്റിഫ് ക്ലോത്തിൽ നിന്നൊരു റൗണ്ട് ഷേപ്പിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്ത പീസിൽ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വലിയ ഫ്ലവർ ഉണ്ടാക്കിയില്ലേ, ആ വലിയ ഫ്ലവറാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ വലിയ ഫ്ലവർ എടുക്കുക. നടുക്കൊരു വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവണം. ആ ഫ്ലവർ ആദ്യമേ ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യത്തെ ലെയർ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യത്തെ ലെയർ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നല്ലപോലെ അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ നല്ല ഹോട്ടായതുകൊണ്ട് കൈവച്ച് ഒട്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ലപോലെ ഉള്ളിലേക്ക് അമർത്തി വെച്ച് കൊടുക്കണം. ഇനി നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു മുത്തും കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും
നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി. മുത്ത് ഹോളില്ലാത്ത മുത്താണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു സെയിം കളർ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ച് അമർത്തി കൊടുക്കുക. ബാക്ക് സൈഡിലും അതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഫ്ലവർ പെട്ടെന്ന് വിട്ടുവരും. ബാക്ക് സൈഡിലും ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്